ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ പേളിമാണി സ്പെഷ്യൽ ടൊമാറ്റോ റൈസുമായിട്ടാണ്. ഇത് അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനും കരുതി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പിന്നെ കുറച്ച് ബേ ലീവ്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ ഞാൻ കുറച്ച് പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഞാനൊരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഏകദേശം ഒരു 10 എണ്ണമൊക്കെ മതിയാവും. പിന്നെ ഈ റെസിപ്പി ഉണ്ടാകുമ്പോൾ നിങ്ങളിതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ടൊമാറ്റോ റൈസിൻ്റെ ഫ്ലേവർ മൊത്തം മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 10 കാഷ്യൂ നട്ടാണ്. ഇതിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 സവാളയാണ്. 2 മീഡിയം സൈസ് സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഒന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ ഇതേ സവാളയൊക്കെ ഒന്ന് നിറം മാറി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പുതിന ഇലയാണ്. ഏകദേശം ഒരു പിടി പുതിന ഇല ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഒരു 6 തക്കാളി മിക്സിയിൽ അടിച്ചതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 3 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിനായിട്ട് 6 തക്കാളിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് മിക്സിയിൽ അടിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. എരിവിൻ്റെ അളവ് കൂട്ടണം എന്നുള്ളവർക്ക് 1 സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അധികം എരിവ് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു കളറൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്തത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മസാലയ്ക്ക് ഒന്ന് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് അരി നന്നായി കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ സമയത്ത് തന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസാണ്. ഞാനിവിടെ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ച ഗ്രീൻ പീസാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3 കപ്പിന് 6 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളമാണ്, പച്ചവെള്ളം അല്ല, തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വെള്ളം കൂടെ തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ തിളച്ച വെള്ളം ഇതിലേക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയില കൂടെ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഞാനൊരു പിടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട്. റൈസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. അതൊന്ന് ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാ പേളിമാണി സ്പെഷ്യൽ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് സാലഡും അതുപോലെ എഗ് സ്ക്രാമ്പിൾ ചെയ്തതാണ് സൈഡ് ഡിഷായിട്ട് എടുത്തിട്ടുള്ളത്. എഗ് സ്ക്രാമ്പിൾ ചെയ്തത് ഇതിലേക്ക് നല്ലൊരു കോംബോ ആണ്. അപ്പോൾ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.